ഗുരുവിന്റെ മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം, ഒരുമയോടെ പാടാം, അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേറിയിടാം. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 23 അധ്യായം 25 തിരുവാക്യം. അവർ ആവശ്യപ്പെട്ട മനുഷ്യനെ, കലാപത്തിനും കൊലപാതകത്തിനും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നവനെ അവൻ വിട്ടയക്കുകയും യേശുവിനെ അവരുടെ ഇംഗിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. കാരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, ഈ ലോകത്തിൻ്റെതായി ഞങ്ങൾ മാറുമ്പോൾ പലപ്പോഴും ദൈവമേ ഈ ലോകം വെച്ച് നീട്ടിത്തരുന്നവ മുഴുവൻ ഞങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറായി പോകുന്നു. അതുവഴി ദൈവത്തെ കർത്താവെ ഞങ്ങൾ പോലും അറിഞ്ഞും അറിയാതെയും തള്ളിക്കളയുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ദുരവസ്ഥ ഇനി ഒരിക്കലും ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ആരുടെയും ഒന്നിൻ്റെയും ഇംഗിതത്തിന് വഴങ്ങി എൻ്റെ ഈശോയെ വിട്ടുകൊടുക്കാൻ എന്നെ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവെ, എൻ്റെ ഈശോയെ ഒരു കാരണവശാലും വിട്ടുപിരിയാതെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും ജീവിതത്തിൽ ഈശോയെ മുറുകെ പിടിച്ച് ജീവിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവം അനുഗ്രഹപ്രദമായൊരു ദിവസം നൽകി ഈ ദിവസം നിന്നെ ആശീർവദിച്ച് അനുഗ്രഹിച്ച് കൃപയാൽ നിറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മാർ യോസേപ്പിന്റെയും മാധ്യസ്ഥവും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വചനത്തിൻ കൃപയോടെ